വാട്സ്ആപ്പ് പീപ്പിൾ, ദിസ് ഇസ് ഓട്ട്ബാറ്റ്. ഞാനൊരു VTuber ആണ്. വൺ പീസ് ചാപ്റ്റർ 1176 വിത്ത് ഗ്രേറ്റ് പ്രൈഡ്. ഈ ചാപ്റ്റർ സാഞ്ചി ഫാൻസിന് വളരെയധികം സന്തോഷം തരുന്നൊരു ചാപ്റ്ററാണ്. അതേസമയം ഊസാപ്പ് ഫാൻസ്, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കാര്യം വളരെ കഷ്ടമാണ്. കാരണം സ്ട്രോ ഹാറ്റ്സിൽ ഇതുവരെയായിട്ടും എൽബാഫിൽ ഒരു കുന്തവും ചെയ്യാത്ത ഊസാപ്പ് മാത്രമേ ഉള്ളൂ. ഈവൻ നാമി വരെ സൂസിന്റെ ഹെൽപ്പോടെ മഴ പെയ്യിച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന ലൈബ്രറീനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നാമി ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഊസാപ്പ് വെറുതെ ലൂക്കിനെ കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുകയാണ്. ഊസാപ്പിന്റെ ആർക്കായ എൽബാഫിൽ ഊസാപ്പ് ചെയ്ത കാര്യം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഊസാപ്പ് മിക്കവാറും കില്ലിംഗ്ഹാമിനേക്കും ഫൈറ്റ് ചെയ്യാമെന്ന്. പക്ഷെ ഈ പോക്ക് വെച്ച് നോക്കുവാണെങ്കിൽ മിക്കവാറും സാഞ്ചിന്റെ ഫൈനൽ അപ്പോണന്റ് കില്ലിംഗ്ഹാം ആവാൻ ചാൻസ് ഉണ്ട്. എനിവേ, എന്ത് വേണേ ആയിക്കോട്ടെ, നാമിയും സൂസും ലൈബ്രറിയിലെ തീ കടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കില്ലിംഗ്ഹാമിന്റെ ഒരു നൈറ്റ് മെയർ മോൺസ്റ്റർ ആയ ലിൻഡ് വേമും വന്നിട്ട് സൂസിനെ തിന്നു. അതുകൊണ്ട് തന്നെ നാമിക്ക് തീ കടത്താൻ സാധിച്ചില്ല. പക്ഷെ പ്രശ്നമില്ല, ലിലിത്ത് പെട്ടെന്ന് പുള്ളിക്കാരൻ്റെ ഒരു ഓംനി ഡ്രെയിൻ കൺവേർട്ടർ ഡിവൈസ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉപയോഗിച്ച് ആ ഫയറിനെ മൊത്തം ഒബ്സർവ് ചെയ്തിട്ട് ലൈബ്രറീനെ ഫ്രീസ് ചെയ്തു. ഈ ഡിവൈസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ എക്ഹെഡിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. പക്ഷേ ഈ എൽബാഫിൽ ചുറ്റും ഫുൾ എനർജി ആയതുകൊണ്ട് ഇത് എൽബാഫിലും വർക്ക് ആവുമെന്ന് നേരത്തെ ലിലിത്ത് ഫ്രാങ്കിനോട് പറയുന്നുണ്ട്. ലിലിത്ത് പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ എനർജി മൊത്തം ഒരു കോളയിലേക്ക് ഇട്ടിട്ട് അത് ഫ്രാങ്കിക്ക് കൊടുക്കുന്നുണ്ട്. ലിലിത്ത് എന്നിട്ട് ഫ്രാങ്കിനോട് പറയുന്നുണ്ട്, ബിൽഡ് വെച്ച് നോക്കുവാണെങ്കിൽ ഫ്രാങ്കി പാസഫീസ്റ്റേന്റെ അത്രയും തന്നെ പവർഫുൾ ആണ്. പക്ഷേ അത് യൂസ് ചെയ്യണമെങ്കിൽ കോളേനേക്കാൾ ബെറ്റർ ആയ ഒരു പവർ സോഴ്സ് വേണം. ഈ പുതിയ കോളേന്റെ പേരാണ് സൂപ്പർ വെഗ കോള. ഇത് ഉപയോഗിച്ച് ഫ്രാങ്കി എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു പവർ കിട്ടുമെന്നാണ് ലിലിത്ത് പറയുന്നത്. സമേഴ്സിന്റെ വെറുപ്പിക്കൽ കഴിഞ്ഞു, ഇനി കില്ലിംഗ്ഹാമിന്റെ വെറുപ്പിക്കൽ. ജ്യൂസിനെ രക്ഷപ്പെടുത്താൻ പോകുന്ന ജീംബേനെ കണ്ടിട്ട് ഫിഷ്മാൻ ഒരു വൃത്തികെട്ട വർഗമാണ്, എനിക്ക് ഇവനൊക്കെ കണ്ടിട്ട് ഛർദ്ദിക്കാൻ വരുന്നതൊക്കെ കില്ലിംഗ്ഹാം പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്ന സാഞ്ചി കില്ലിംഗ്ഹാമിനോടൊരു 4 അക്ഷരം പറഞ്ഞിട്ട് ഈഫ്രിഡ് ജാമ്പ ഉപയോഗിച്ചിട്ട് കില്ലിംഗ്ഹാമിന്റെ തലയ്ക്ക് തുടങ്ങും. ഇതേ സമയം തന്നെ ഫ്രാങ്കി പുള്ളിന്റെ പുതിയ കോള പവർ ഉപയോഗിച്ചും ജീംബെ പുള്ളിന്റെ ഫിഷ്മൻ കരാട്ടെ ഉപയോഗിച്ചും ആ ലിൻവേം എന്ന് പറയുന്ന നൈറ്റ് മെയർ മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ചാപ്റ്ററിന്റെ അവസാനത്തെ സീനിലേക്കാണ് പോണത്. ഡോറിയും ബ്രോഗിയും ഒരു പകുതി ബോധത്തിൽ നിൽക്കുകയാണ്. അവർക്കൊരിക്കലും എൽഡർ ജറലിനെ കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് രണ്ടുപേർക്കും ഒരു ഐഡിയ തോന്നുന്നത്. അവരൊന്നും നോക്കാതെ പരസ്പരം രണ്ടുപേരുടെ തല വെട്ടുന്നതിന് മുമ്പ് രണ്ടുപേരും അവർ ലിറ്റിൽ ഗാർഡനിൽ ഫൈറ്റ് ചെയ്ത കാര്യത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മരിക്കുന്നതിന് പകരം ഇവർ രണ്ടുപേരും തിരിച്ച് പഴയതുപോലെ ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് നമുക്ക് മറ്റൊരു കാര്യം റിവീൽ ആവുന്നത്. എന്ന് വെച്ചാൽ ഈ റിവേഴ്സ്ഡ് ആയ ആൾക്കാരെ തിരിച്ച് പഴയതുപോലെ ആക്കാനുള്ള ഒരൊറ്റ വഴി എന്താന്ന് വെച്ചാൽ കൊല്ലുക എന്നതാണ്. ഇത് മനസ്സിലാക്കിയ സോറോ, ഡോറി, ബ്രോഗി, ബാക്കിയുള്ള ന്യൂ ജയൻസ് ഒക്കെ ഈ റിവേഴ്സ്ഡ് ആയ ബാക്കിയുള്ള ജയൻസിനെല്ലാം കൊന്ന് തിരിച്ച് പഴയതുപോലെ കൊണ്ടുവരാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത് കാണിച്ചാണ് ചാപ്റ്റർ തീരുന്നത്. അടുത്ത ആഴ്ച ബ്രേക്ക്. സോ ഇങ്ങനെയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നടന്നത്. നിങ്ങളാണ്ടല്ലോ, ഫ്രാങ്കിക്ക് വരെ ഒരു ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഊസാപ്പ് ഇനി എന്ത് ചെയ്യുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. എനിക്ക് മൊത്തത്തിൽ പ്രതീക്ഷ പോയതുപോലെയാണ്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.